ജിൻഡോ ഒക്കെ ഭയങ്കര ബോഡി പെയിന് അവിടെ അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഒന്ന് മസാജ് ചെയ്ത് തരാനും ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് വിരലൊക്കെ ഒന്ന് പൊട്ടിച്ചൊക്കെ തരാൻ പറയുന്നുണ്ട്. അർജുൻ അതൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, തോളിലും കയ്യിലും ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ജിൻഡോ പറഞ്ഞു, ഞാൻ ഒന്ന് കിടക്കാം, നീ ഒന്ന് എൻ്റെ മേല് കയറി നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ. ആ ശരി എന്ന് അർജുൻ പറഞ്ഞു. അങ്ങനെ ജിൻഡോ കിടന്നപ്പോൾ ജിൻഡോയുടെ മേല് കയറിയിട്ട് കാലുമേ തൊടയിൽ കയറിയിട്ട് അവിടെ അർജുൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, അയ്യോ ഈ വെയിറ്റ് പറ്റുമോ, അർജുൻ ഇത്രയും വെയിറ്റ് ഇല്ലേ എന്ന് ശ്രീത അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, അത് കുഴപ്പമില്ല, അയ്യോ നല്ല സുഖമാണ് എങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നാണ് ജിൻഡോ അവിടെ പറയുന്നത്. അപ്പോൾ ശ്രീത പറഞ്ഞാൽ എത്ര വെയിറ്റ് ഉണ്ട് അർജുൻ ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞു 90 ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 90 kg ഒന്നും ഇത്ര പെയിനില്ല, ഒരു കുഴപ്പമില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഋഷി പറയുന്നുണ്ട്, അതൊന്നും അവിടെ ഒരു വിഷയമേ അല്ല, അതിന് വെയിറ്റ് ഉണ്ടാവും ജിൻഡപ്പൻ, അതാണ് ജിൻഡപ്പൻ, അതൊന്നും ഒരു വിഷയമല്ല എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു, ശ്രീതു ഞാൻ കയറി നിന്ന് നോക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറഞ്ഞു കൊടുത്ത് കാലിൻ്റെ എവിടെയാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കയറി നിന്നോളാൻ പറഞ്ഞിട്ട് ശ്രീതുവിൻ്റെ അടുത്ത് കയറി നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജിൻഡയുടെ ദേഹത്ത് കാലുമ കയറിയിട്ട് ശ്രീതു നിൽക്കുന്ന സമയത്ത് പറയുന്നു, ഇനി ഒരു ആൾ കയറിയെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല എന്നാണ് ആ സമയത്ത് ജിൻഡോ പറയുന്നത്. ആ സമയത്താണ് ബിഗ് ബോസിൻ്റെ അവിടെ നിന്നുള്ള ചോദ്യം, അർജുൻ ഫിസിയോതെറാപ്പി പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ അർജുൻ ആദ്യം പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഇത്തിരി പഠിച്ചിട്ടുണ്ടെന്ന്, പിന്നെ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും അർജുനും ശ്രീതുവും ഫിസിയോതെറാപ്പി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഇത് പഠിച്ചത് എന്നൊരു ചോദ്യം. അപ്പോൾ രണ്ടുപേരും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള പണികൾ വേണ്ട എന്നൊരു വാണിംഗ് ആണ് ബിഗ് ബോസ് അവിടെ കൊടുത്തത്. തമാശയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇനി അങ്ങനെയൊക്കെ നിന്ന് ഒരാളെ ദേഹത്ത് കയറി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വല്ല പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു വാണിംഗ് കൊടുത്തത്. പക്ഷേ അവിടെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു, അവൻ കയറി നിന്നത് കറക്റ്റാണ്, ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ ഫിസിയോതെറാപ്പി പഠിച്ചിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവനത് അറിയാം. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, അറിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാന്നേ ഉള്ളൂ, എനിക്ക് അത്യാവശ്യം അറിയാമെന്ന് അർജുൻ പറയുന്നുണ്ട്. പക്ഷേ അവിടെ അർജുനും ശ്രീധുവിനെയും കളിയാക്കിക്കൊണ്ട് ബിഗ് ബോസ് അവിടെ ഫിസിയോതെറാപ്പി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ ഇത് ചെയ്യണ്ട എന്നൊരു കളിതമാശ രീതിയിലാണെങ്കിലും സീരിയസ് ആണെങ്കിലും അവിടെ ഒരു വാണിംഗ് കൊടുത്തു.